ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളും ദർശനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹാം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? അല്ലെങ്കിൽ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ മാമോദീസ സ്വീകരിച്ചത്? ക്രിസ്പോസിനും ഗായിയോസിനും ഒഴികെ നിങ്ങളുടെ ആർക്കും ഞാൻ മാമോദീസ നൽകിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് എന്ന് പറയാൻ നിങ്ങളുടെ ആർക്കും സാധിക്കില്ല. എസ്തഫാനോസിന്റെ കുടുംബത്തിനും ഞാൻ മാമോദീസ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ മാമോദീസ നൽകിയതായി എനിക്കറിയില്ല. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 14 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഒരുപക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരുവനെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടാകും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചയാൾ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജയോടെ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കേണ്ടി വരും. എന്നാൽ നിന്നെ വിരുന്നിന് ക്ഷണിച്ചാൽ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. നിന്നെ ക്ഷണിച്ചയാൾ വന്ന് നിന്നോട് സ്നേഹിത മുന്നിലേക്ക് കയറിയിരിക്കുക എന്ന് പറയും.
അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരനെയോ ബന്ധുക്കളെയോ ധനികരായ ആളുകളെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ അനുഗ്രഹീതനായിരിക്കും. കാരണം നിനക്ക് തിരിച്ചു തരാൻ അവർക്ക് ഒന്നുമില്ല. നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ടാകും. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇന്ന് നമ്മൾ കൈത്താക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് വിവാഹ വിരുന്നിൽ ആതിഥേയനും അതിഥിയും പാലിക്കേണ്ട ചില മനോഭാവങ്ങളെ കുറിച്ച്. പൗരസ്ത്യ പാരമ്പര്യത്തില്, അവരുടെ സംസ്കാരത്തില് ഒരു കുടുംബത്തിന്റെ മഹിമയും മഹത്വവും പ്രതാപവുമെല്ലാം വിളിച്ചു പറയുന്ന ഒരു ചടങ്ങാണ് വിവാഹ വിരുന്ന് എന്ന് പറയുന്നത്. അതുപോലെ മറ്റു സദ്യകളും എല്ലാം മനുഷ്യൻ സ്വമേധയാ തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ ആളത്വത്തെ ബഹുമാനിക്കുവാൻ, തൻ്റെ വ്യക്തി മഹിമയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്നവനാണ്. മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഭാവങ്ങൾ നയിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഭാവങ്ങളാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അനന്യതയെയും തൻ്റെ ആളത്വത്വത്തെയും എല്ലാം പ്രദർശിപ്പിക്കുവാൻ എക്കാലവും മനുഷ്യൻ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു സെൽഫി കൾച്ചറിനെ കുറിച്ച് നമുക്കറിയാം. സെൽഫി എന്ന് പറഞ്ഞാൽ മൊബൈലില് നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ വ്യക്തിമഹിമയെയും മറ്റുള്ളവർക്ക് കാണിക്കുവാൻ വേണ്ടി നമ്മൾ സ്വയമേ എടുത്ത് അത് നമ്മളും ആസ്വദിക്കുന്നതായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ്. എന്നാൽ ഈ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യ ചരിത്രത്തോളം വഴക്കമുണ്ട് മനുഷ്യന്റെ ഈ സെൽഫി കൾച്ചർ. തൻ്റെ കുലത്തെയും തൻ്റെ കുടുംബ മഹിമയെയും തൻ്റെ സമ്പത്തിനെയും എല്ലാം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നവരാണ് മനുഷ്യൻ. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു പ്രതിസംസ്കാരം രൂപീകരിക്കുവാൻ ക്രിസ്തു ശിഷ്യനോട് ഇന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്, ഈശോ അരുളി ചെയ്യുകയാണ്. നമ്മളെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട്, നമ്മുടെ അഹം ചിന്തകളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, പരസ്പരം പങ്കുവെക്കലിലൂടെ, ഏറ്റവും ആവശ്യപ്പെട്ടവനിലൂടെ നമ്മുടെ സഹായങ്ങളും നമ്മുടെ സേവനങ്ങളുമെല്ലാം നമ്മൾ മാറ്റിവെക്കുന്നതിലൂടെ ഒരു പ്രതിസംസ്കാരം രൂപീകരിക്കുവാൻ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്നെയും നിങ്ങളെയും എല്ലാം മാടി വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അഹം ചിന്തകളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ശൂന്യവൽക്കരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ പ്രതിസംസ്കാരം നമ്മൾ പ്രകടമാക്കുക. അങ്ങനെ ക്രിസ്തുവിന്റെ മഹത്വം, ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ നമ്മൾ ആരായുന്നവരായിട്ട് മാറുക എന്ന് പറയുന്നത്. സഭയിൽ പോലും ഇങ്ങനെയുള്ള സെൽഫി കൾച്ചർ
സഭ അറിയാതെ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അഭിവൃദ്ധി തട്ടിൽ പിതാവ് സഭയുടെ ധനത്തെ, സമ്പത്തിനെ കയ്യാല കെട്ടി സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണതയെ കുറിച്ച് പറയുന്നുണ്ട്. പള്ളിയിൽ ആവശ്യത്തിന്, ഇടവകയിൽ ആവശ്യത്തിന് സമ്പത്തുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കുവാൻ പല മരാമത്ത് പണികളെയും നമ്മൾ കണ്ടെത്തുന്നതായിട്ട് അഭിവൃദ്ധി പിതാവ് അതിൽ വിവരിക്കുന്നുണ്ട്. പള്ളി, കപ്പേള, പള്ളിമേട, ഹാള്, അങ്ങനെ റോഡ് എല്ലാം വീണ്ടും വീണ്ടും പുതുക്കുവാനുള്ള പ്രവണതകൾ. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഒരുക്കുന്നതായിട്ട്, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ ഒരുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം വിവാഹാഘോഷത്തിൽ 2000-ഉം 5000-ഉം എല്ലാം പേരെ വിളിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് 20 പേരെ കൊണ്ട് ഭംഗിയായിട്ട് വിവാഹം എന്ന കൂദാശ അല്ലെങ്കിൽ വിവാഹം എന്ന ചടങ്ങ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് മറ്റു ഏത് ആഘോഷങ്ങളായാലും പരിമിതമായ ചെലവിൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായ സാഹചര്യത്തിൽ മനുഷ്യൻ പഠിച്ചു എന്നുള്ളതാണ്. കത്തോലിക്ക സഭ ഇതിനോടകം 58.16 കോടി രൂപ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, കോവിഡ് ബാധിതരായ വ്യക്തികൾക്ക് താമസിക്കുവാൻ, ക്വാറന്റൈനിൽ ഇരിക്കുവാൻ വേണ്ടി അവരുടെ സഭാ സ്ഥാപനങ്ങളെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ഇന്ന് ഈ ക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രതിസംസ്കാരം രൂപീകരിക്കുവാൻ വേണ്ടി സഭ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനോഭാവം സ്വീകരിക്കണമെങ്കിൽ എളിമയെന്ന പുണ്യത്തെ നമ്മൾ സമ്പാദിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. യേശുവിന്റെ നാമം ഏറ്റവും വലിയ നാമമായിട്ട് പിതാവായ ദൈവം ഉയർത്തിയതിന്റെ കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. തന്നെ ദൈവമായിട്ടുള്ള സമാനതയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ദാസന്റെ രൂപം സ്വീകരിച്ചപ്പോഴാണ് ഈശോ എന്ന നാമം, യേശു എന്ന നാമം അത്യധികമായിട്ട് ഉയർത്തപ്പെട്ടത്. മലാഖമാരുടെയും സ്വർഗീയ വൃന്ദങ്ങളാലും എല്ലാം അണക്കപ്പെടുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ത്രിത്വൈക ദൈവത്തെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന നാമമാണ് പരിശുദ്ധാത്മയുടെ നാമം. കാരണം എന്താണ്? നസ്രത്തിലെ മറിയത്തിൽ വിളങ്ങി നിന്നതായിട്ടുള്ള എളിമയെന്ന പുണ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എളിമയെന്ന പുണ്യത്തിൽ വളരുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-15 തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുകയും വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംവാദികളെ പിഴുതെറിയുന്നു, വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, എളിയവരായിട്ട് തീരുമ്പോഴാണ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളെ ഉപകരണങ്ങളായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് വചനം പറയും, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനായിട്ട് തീരേണ്ടതായിട്ടുണ്ട് എന്ന്. ഈ ശൂന്യവൽക്കരണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തകളെയെല്ലാം നമ്മൾ വെടിഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് പരോന്മുഖമായിട്ട് എല്ലാ ശുശ്രൂഷകളെയും ചെയ്തുകൊണ്ട് ദൈവമഹത്വം ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇല്ലായെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മൾ ഒതുങ്ങും എന്നുള്ളതാണ്. ഇന്നത്തെ സവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് 14-ാം അധ്യായത്തിന്റെ 11-ാം തിരുവചനം. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പ്രിയമുള്ളവരെ,
ദൈവം ഉയർത്തിയാൽ മാത്രമാണ് നമ്മൾ വലിയവരായിട്ട് മാറുന്നത്. ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളും ഈ ലോകത്തിന്റെ സമ്പാദ്യങ്ങളും അതുപോലെ തന്നെ ഈ ലോകത്തിലെ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം നമ്മൾ വെട്ടിപ്പിടിച്ചുവെങ്കിലും നമ്മൾ യഥാർത്ഥമായിട്ട് ഉന്നതരാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവാണ് നമ്മളെ ഉയർത്തുന്നത്. കർത്താവ് യഥാർത്ഥത്തിൽ നമ്മളെ ഉയർത്തുമ്പോഴാണ് നമ്മൾ സത്യമായിട്ടും വലിയ വ്യക്തികളായിട്ട് മാറുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കലാപറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരി പഴങ്ങൾ ശേഖരിക്കുന്നവരിൽ ഏറ്റവും പിൻപന്തിയിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്കു നിറച്ചു എന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. ആമയുടെയും മയിലിന്റെയും ഓട്ടത്തിന്റെ കഥ പറഞ്ഞതുപോലെ പിൻപിലാണ് എന്ന് നമ്മൾ തോന്നിയെങ്കിലും നമ്മളെ ദൈവം ഏറ്റവും മുൻപിൽ കൊണ്ട് എത്തിക്കും. കാരണം കർത്താവാണ് നമ്മളെ ഉയർത്തുന്നതെങ്കിൽ എല്ലാവരെയും കാളും ഉയരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയും: ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ കർത്താവിലേക്ക് നമ്മളെ സമർപ്പിച്ചു കഴിയുമ്പോഴാണ് നമ്മളെ ദൈവം പൂർവാധികം ഉയർത്തുന്നത്. ദൈവീക ശക്തി പ്രകടമാകുന്ന വലിയ ഉപകരണമായി ഈ ലോകത്തിൽ നമ്മളെ അവിടുന്ന് ഉയർത്തും. അതുകൊണ്ട് നമ്മുടെ അഹങ്കാര ചിന്തകളെയെല്ലാം നമുക്ക് വെറുത്തുപേക്ഷിച്ചുകൊണ്ട് എളിമയുടെ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. അതൊത്തിരി മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെല്ലാവരും പറയുന്നത് എളിമയെന്നത് ഏറ്റവും അഭ്യസിക്കുവാൻ പ്രയാസമേറിയ ഒരു പുണ്യം എന്നാണ് അവർ അതിനെ പറയുന്നത്. കാരണം എൻ്റെ അഹമിനെ ഉപേക്ഷിച്ചുകൊണ്ട്, എൻ്റെ വ്യക്തിപ്രാഭവത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, എൻ്റെ അനന്യതയെ ഞാൻ മാറ്റിവെച്ചുകൊണ്ടാണ് ശുശ്രൂഷയുടെ മനോഭാവത്തിലേക്കും ശൂന്യവൽക്കരണത്തിന്റെ മനോഭാവത്തിലേക്കും ഞാൻ മുറിയപ്പെടേണ്ടത്, എടുത്തു മാറ്റപ്പെടേണ്ടത്, പിഴുതെറിയപ്പെടേണ്ടത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ എത്രമാത്രം മനക്കോട്ടകൾ കെട്ടി ഉന്നതനാകാൻ തക്കവിധം ലോകത്തിൻ്റെതായിട്ടുള്ള അധികാരത്തെയും പ്രതാപത്തെയും എല്ലാം ആശ്ലേഷിച്ചു എങ്കിലും നമ്മൾ വലിയവരാകുന്നില്ല. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ വലിയവരായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ എളിമയെന്ന വലിയ പുണ്യം സ്വന്തമാക്കുവാൻ, ലോകത്തിന്റെ മുമ്പിൽ സ്വയം പ്രദർശിപ്പിക്കുവാനുള്ള നമ്മുടെ ആ ആഗ്രഹങ്ങളെയും അഭിവാഞ്ചകളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് തിരിയുവാനും മറ്റുള്ളവരിലേക്ക് കൂടുതൽ നമുക്ക് പ്രവർത്തനങ്ങളെയും നമ്മുടെ ശുശ്രൂഷകളെയും എല്ലാം വ്യാപിപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോവുകയും അങ്ങനെ ക്രിസ്തുവിന്റെ പൗലോസ്ലീഹ പറഞ്ഞ ക്രിസ്തുവിന്റെ മനോഭാവത്തെ നമുക്ക് സ്വന്തമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പരിശുദ്ധ വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. Mishi Bhagata
പിന്നെയും സാദരമൂർത്തിടാം പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയതിരോർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകവതരണം സകല ദൃഷ്ടികൾക്കുമുള്ള സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങുകയും പരിശുദ്ധാത്മാവിനാൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സ്ത്രീവായി മറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പ്രതിപാദിക്കുന്നു. പിതാവിനോട് ബന്ധം പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സദൈവവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഈർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശ്രദ്ധയാക്കും. ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട്
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ജരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പരിശുദ്ധാത്മാവായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമങ്ങളിൽ എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ഛസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു, മന്നവരവരുടെ മഹിമകളാൽ ഉന്നത കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർദ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മതമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവനും ബലഹീനനും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോൽ ഞങ്ങളെ സംധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിശുദ്ധനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും സഭയുടെ തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ലോറൻസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, ഭരണകർത്താക്കൾ, മേലധികാരികളായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീയന്മാർ, രക്തസാക്ഷികൾ, അന്തകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവികളെയും ബലഹീനരും ക്ലേശതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചു അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നൽകും. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ
കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെയും കുർബാനയിൽ അവിടെ നാവസജ്ജത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർവിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നന്നായി ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാവകവുമായ രക്ഷാനദിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മുന്നിൽ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വം ശ്രീഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഉന്നത ദൈവമായി സ്വർഗരാജ്യത്തിന്റെ സകല വിഷയങ്ങളോടൊന്നും ശ്രദ്ധിക്കുവാൻ നടതരങ്ങളെ ബോധരിക്കുകയും ചെയ്തു. കർത്താവായ ദൈവമേ, കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെ ബോധനം വളർന്നതും പ്രസന്നവകനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളത് ഒരു മുന്ത് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും
സർവശക്തനായ സർവേശ്വരാനന്ദനായ ദൈവമേ, കൃപാവൃതനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ കാര്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ ജലത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായും സുദൃഢവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്നെ നാം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ, ദാനവരങ്ങളിൽ അഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിതവീതിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാം നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം മുറുകാതൻ സഹവാസമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും